സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള TVMലേക്ക് സ്വാഗതം. അപ്പോൾ കേരളത്തിലെ ഏറ്റവും നല്ല സത്യസന്ധമായി വാർത്തകൾ അവതരിപ്പിക്കുന്ന ചാനലാണ് മീഡിയ വൺ. എനിക്ക് വലിയ ഇഷ്ടമാണ്. ജമാഅത്തെ ഇസ്ലാമിയാണ്, പിന്നെ മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ ആളുകൾ പറയുന്നുണ്ടെങ്കിലും നമ്മൾ അതിൽ വരുന്ന, അവർ ചർച്ച ചെയ്യുന്ന, അവർ ജനങ്ങളുടെ ഇടയിൽ അവർ എങ്ങനെയാണ് ഈ വാർത്തകൾ അവതരിപ്പിക്കുന്നത്, അതിലെന്തെങ്കിലും തെറ്റുണ്ടോ കുറ്റമുണ്ടോ എന്ന് നിഷ്പക്ഷമതിയായ ജനങ്ങൾ ചിന്തിച്ച് പ്രവർത്തിച്ച് നോക്കണം അവരെങ്ങനെയാണ് വാർത്തകൾ കൊടുക്കുന്നത്. ആരെയും ഭയമില്ലാതെ സത്യസന്ധമായാണ് വാർത്തകൾ കൊടുക്കുന്നത്. അതിപ്പോ മോഡി ആയിരുന്നാലും ശരി, വേറെ ഏതെങ്കിലും പാർട്ടി ആയിരുന്നാലും ശരി, പിന്നെ പിണറായി വിജയനായിരുന്നാലും ശരി, RSSകാരനായിരുന്നാലും ശരി, കോൺഗ്രസ്സുകാരനായിരുന്നാലും ശരി, ആരായാലും ശരി, അവർ അതിൻ്റെ കറക്റ്റിനായിട്ടാണ് അവർ കൊടുക്കുന്നത്, നിഷ്പക്ഷമായിട്ടാണ് അവർ കൊടുക്കുന്നത്. പക്ഷേ അത് ചിലർക്ക് അത് വളരെയധികം വേദനയല്ല, ചിലർക്ക് അത് ഒന്ന് ദേഷ്യമുണ്ടാവുന്ന രീതിയിലാണ് അവരെല്ലാം പ്രചരിപ്പിക്കുന്നത്. കാരണം മീഡിയ വൺ സത്യം പറയുമ്പോൾ സത്യത്തിന്റെ മുഖം വികൃതമാണ് എന്നാണ്. സത്യത്തിന്റെ മുഖം വികൃതമാണ്, സത്യം പറയുന്നത് ചിലർക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതിലുള്ള ഒരു കാര്യമാണ്, അതായത് പാലക്കാട് ഇലക്ഷൻ പോളിംഗിന്റെ തലേ ദിവസം ശോഭാ സുരേന്ദ്രനും സംഘവും 4-5 വണ്ടികളിലായിട്ട് പോയി പല സ്ഥലത്തായിട്ട് പൈസ കൊടുക്കുന്നു എന്നുള്ള ഒരു ന്യൂസ്, പൈസ കൊടുക്കുന്നു, വസ്ത്രങ്ങൾ കൊടുക്കുന്നു എന്നുള്ള ഒരു ന്യൂസ് പ്രചരിച്ചു. അത് പ്രചരിപ്പിച്ചത് ചിലപ്പോൾ BJPക്കാർ തന്നെ ആയിരിക്കാം, ശോഭ ജയിക്കണ്ടെന്ന് ആഗ്രഹമുള്ളവരായിരിക്കാം. എന്തായാലും ശരി, അങ്ങനെ ഒരു പ്രചരിപ്പിച്ച ഉടനെ തന്നെ UDFകാർ അവര് പല രീതിയിലും ഇത് അറിയണമല്ലോ, എന്താണെന്ന് അറിയണമല്ലോ, അവരിങ്ങനെ വേറെ വണ്ടിയിൽ പോയി. അപ്പോൾ കയ്യോടെ പിടികൂടി ഒരു പ്രായമുള്ള ഒരു സ്ത്രീക്ക് പൈസ കൊണ്ടുവന്ന് കൊടുക്കുന്ന, കയ്യിൽ പൈസ ഇരിക്കുന്നതും ചോദിച്ചപ്പോഴത്തെ 5000 രൂപ കിട്ടി എന്ന് പറയുന്നതും ഒക്കെ സത്യമായിരുന്നു. അതിനെയൊക്കെ നിഷേധിക്കുകയാണ്. പൈസ കൊടുത്തതാരാണ്? ആ മുല്ലപ്പൂ ചൂടിയ വെളുത്ത ചുരിദാർ അണിഞ്ഞ സ്ത്രീയാണ്. അപ്പൊ കൊണ്ടുവന്നത് ആരാണ്? ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് കൊണ്ടുവന്നത്. അങ്ങനെ ഒരാൾ എൻ്റെ വണ്ടിയിൽ കയറിയിട്ടില്ല എന്ന് കള്ളം പറഞ്ഞു, അത് എൻ്റെ നിഴലാണെന്ന് കള്ളം പറഞ്ഞു, പൈസ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു, പൈസ കൊടുത്ത ആള് വലിയമ്മയാണെന്ന് പറഞ്ഞു, എൻ്റെ വലിയമ്മയാണ് അല്ലെ മറ്റൊരു വലിയമ്മയാണെന്ന് പറഞ്ഞു. അപ്പൊ എന്തെല്ലാം തരത്തിൽ കള്ളം കൊണ്ട് കൈ കഴിവേണം. അപ്പോൾ ഈ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത് BJPയിലെ ഒരു പ്രമുഖയായ സ്ത്രീ നേതാവ് തന്നെയാണ്, വനിതാ നേതാവ് തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും കള്ളം പറയുന്നതിനൊക്കെ ഒരു അന്തസ്സില്ലേ? മനുഷ്യരുടെ, അതായത് ജനമധ്യത്തിൽ നിങ്ങളെപ്പറ്റി ആളുകൾ എന്ത് വിചാരിക്കുമെന്നുള്ളൊരു തോന്നലെങ്കിലും ഉണ്ടാവണ്ടേ? പക്ഷെ വേറൊരു കാര്യമുണ്ട്, രാഷ്ട്രീയം എന്ന് പറയുന്നത് മാന്യന്മാർക്ക് ചേർന്നതല്ല. അത് സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ, കള്ളവും കാപട്യവും കൊണ്ട് കൈ കഴിയണം. വളരെ അപൂർവമായ ആൾക്കാർ മാത്രമേ സത്യസന്ധമായി രാഷ്ട്രീയം പറയുന്നുള്ളൂ. ഇപ്പൊ ഇവിടെ പറഞ്ഞു വന്ന കാരണം എന്ന് പറയുന്നത് അതൊന്നുമല്ല. ഇവിടെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ പാലക്കാട് പൈസ കൊടുത്തതും അതിനെ വീഡിയോയിൽ പകർത്തിയതും ജനമധ്യത്തിൽ പൊതുജന മധ്യത്തിൽ കൊണ്ടുവന്നത് സാജിദ് അജ്മൽ എന്ന് പറയുന്ന മീഡിയ വണ്ണിന്റെ പാലക്കാട് റിപ്പോർട്ടറാണ്. അപ്പോ അന്ന് തന്നെ പറഞ്ഞു, അടിച്ച് നിന്റെ മറ്റൊരു തെറ്റേക്കും. എടുത്ത പയ്യന്റെ അടുത്ത് പറയാണ്, ഫോട്ടോ എടുത്ത വീഡിയോ എടുത്ത, നീ എന്റെ വീഡിയോ എടുക്കുന്നതിന് വീഡിയോ എടുത്തൂടെ? പൊതുജന പ്രവർത്തകർക്കെതിരെ പൊതുപ്രവർത്തകർക്ക് അവർ പ്രചരിപ്പിക്കുന്നതിനാലും അവർ ജനങ്ങളുടെ കാര്യത്തിന് വേണ്ടി ഇറങ്ങുന്നവരല്ലേ? അപ്പൊ അവര് എന്ന് പറഞ്ഞാൽ പൊതുജന മധ്യത്തിലുള്ളവരല്ലേ? അവർ MLA ആവാൻ ആഗ്രഹിക്കുന്നവരല്ലേ? പൊതുജനങ്ങളുടെ വോട്ട് കൊണ്ടല്ലേ MLA ആവാനുള്ളത്, അല്ലെങ്കിൽ മന്ത്രി ആവാനുള്ളത്. അപ്പോ വീഡിയോ എടുക്കാൻ അവരവർക്ക് അവകാശമുണ്ടല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ മൂടുപടം ഇട്ടൊന്ന് നടന്നാൽ മതിയല്ലോ, അല്ലെങ്കിൽ ഒളിച്ചും പാത്തും പതുങ്ങി പോയാൽ മതിയല്ലോ. എന്തായാലും അന്ന് അങ്ങനെ ആ വീഡിയോ എടുത്ത പയ്യനെ തന്നെ പറഞ്ഞു, എന്നിട്ട് അടിച്ച് ചെപ്പക്കുറ്റിയാ കരണക്കുറ്റിയാ പൊട്ടിക്കും. അതുപോലെ തന്നെയാണ് ആലപ്പുഴയിലെ ഒരു BJP നേതാവ്, സ്ത്രീ വനിതാ നേതാവിനെ തന്നെ ഈ നമ്മുടെ ശോഭാ സുരേന്ദ്രൻ ഭീഷണിപ്പെടുത്തുന്നത്. അതായത് ഭീഷണിപ്പെടുത്തുകയാണ് ഇവര്, BJPക്കാർ RSSകാരും ഇപ്പൊ ആളുകളെ ഭീഷണിപ്പെടുത്തുകയാണ്. ഈ മേലധ്യക്ഷന്മാരെ ക്രിസ്ത്യാനികളെ ഭീഷണിപ്പെടുത്തുന്നത് പോലെ അവർ എല്ലാവരും അടച്ചാക്ഷേപിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു. കാരണം നമ്മൾ മനസ്സിലാക്കണം, അവർക്ക് കേരളത്തില് നിയമസഭയ്ക്കകത്ത് ഒരു സീറ്റ് പോലും ഇല്ല. 140 പേരുള്ളതിൽ ഒരു സീറ്റ് പോലും ഇല്ല. എന്നിട്ട് ഇത്രയും അഹങ്കാരവും ധാർഷ്ട്യമാണ് കാണിക്കുന്നത്. അപ്പൊ ഇവർക്ക് ഒരു സീറ്റെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവർ ഭരണപക്ഷത്ത് വന്നാലുള്ള കേരളത്തിന്റെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ഇപ്പോഴെന്ന് പറയുന്നത് ഇന്റലിജൻസ് റിപ്പോർട്ട് വരുന്നതെന്ന് പറയുന്ന സാജിദ് അജ്മൽ എന്ന് പറയുന്ന മീഡിയ വൺ റിപ്പോർട്ടറെ അപായപ്പെടുത്താനും സമൂഹ മധ്യത്തിൽ അപകീർത്തിപ്പെടുത്താനുമുള്ള ഗൂഢാലോചന നടന്നുകൊണ്ടിരിക്കുകയാണ്.
അതായത് BJP RSS കേന്ദ്രം. RSS എന്ന് പറഞ്ഞാൽ ആരെ എന്തും ചെയ്യും, കയ്യും വെട്ടും, കാലും വെട്ടും, തലയും വെട്ടും അവര്. പള്ളികളെല്ലാം അവർ പൊളിച്ചു മാറ്റും. നിങ്ങൾക്ക് നിസ്കരിക്കാൻ സ്ഥലം പോലും കിട്ടൂല. ചർച്ചും അവർ പൊളിക്കും, എല്ലാം പൊട്ടും, കാവിക്കൊടി കെട്ടും, മറ്റതാണ് മറിച്ചാണ്. ജയ് ശ്രീറാം. അപ്പൊ ഇതാണ് അവരുടെ തൊഴില്. അപ്പൊ കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം കണ്ടും കേട്ടും വളർന്നവരാണ്, അവർക്കെല്ലാം അറിയാം. കേരളത്തിൽ നിങ്ങളുടെ കയ്യും കാലും വെട്ടലൊന്നും നടക്കില്ല. വെട്ടിയാ തിരിച്ചു വെട്ടാൻ ഇവിടെ കേരളത്തിലെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ഭീഷണിയൊന്നും വരുത്തണ്ട. അപ്പോ സ്വതന്ത്രമായിട്ട് പത്രപ്രവർത്തനവും മീഡിയ പ്രവർത്തനവും നടത്താനുള്ള അവകാശം അതുപോലും BJP RSSകാർ നിഷേധിക്കും. അങ്ങനെയുള്ള ഒരു അവകാശവും വേണ്ട. അവർ പറയുന്നത് കേട്ട് ജീവിച്ചോളണം. അതിന് വേറെ പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് പോകണമെങ്കിൽ നേപ്പാളിലെല്ലാം പോയാൽ മതി. കേരളത്തിൽ നടക്കൂല. അല്ലെങ്കിൽ വടക്കേ ഇന്ത്യയിൽ പോയി നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാൽ മതി. ഇവിടെ ഇത് നടക്കില്ല. ഇവിടെ ഇനി വരാൻ പോണ UDF ഗവൺമെന്റാണ്. നിങ്ങളെയൊക്കെ നല്ല ശക്തമായി പൂട്ടണം. ഇവരെല്ലാം പൂട്ടണം. ഇവരെല്ലാം നല്ല രീതിയിൽ പിന്നെ കേസിന് കൊടുത്ത് കേസ് എടുക്കണം ഇവരുടെ പേരിൽ. അതായത് സ്വമേധയാ കേസ് എടുക്കണം. ഇങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തിയും പിന്നെ വരുതിയിലാക്കാം, ഭീഷണിപ്പെടുത്തി നിശബ്ദരാക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുത്ത് അവരെ വശത്താക്കാം എന്നുള്ളതാണ് ഇവരുടെ പരിപാടി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. ഈ സാജിദ് അജ്മലിന് പോലീസ് പ്രൊട്ടക്ഷന് വേണ്ടി മീഡിയ വൺ പോലീസിനെ സമീപിച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ, ഏത് രീതി. കാരണം ഇപ്പോഴത്തെ പോലീസ് എന്ന് പറയുന്ന ഒരു അല്പം മാറ്റമുണ്ട്. പിണറായി പോകുമെന്നും പിന്നെ UDF വരുമെന്നും അറിഞ്ഞുകൊണ്ട് പിന്നെ പോലീസ് മേധാവികളിലെല്ലാം സ്വല്പം മാറ്റം വന്നിട്ടുണ്ട്. എന്തായാലും ശക്തമായ നടപടികൾ എടുക്കണം. ഇപ്പൊ വേണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ആവശ്യം പോലെ തേവിടിശീല കിട്ടും. നമ്മൾ സത്യമാണ് പറയുന്നത്. തേവിടിശീല ആവശ്യം പോലെ കിട്ടും. പിന്നെ അതിജീവിതകളെ കിട്ടും. ഏതെങ്കിലും ഒരുത്തി വന്ന് ഷട്ടി കയറി പിടിച്ചിട്ട് നീ എനിക്ക് പൈസ താടാ, നീ എന്നെ അങ്ങനെ ചെയ്തിട്ട് പോയില്ലേ എന്നും പറഞ്ഞ് കയറി പൊതുജന മധ്യത്തിൽ പിടിച്ചാൽ അപ്പോൾ ഇവർ കുറെ RSSകാരും കൂടെ ആയിരിക്കും വരുന്നത്. വന്ന് ഉടനെ അടിയായി എന്തും ചെയ്യും അവര്. അപ്പൊ ഇതാണ് അവരുടെ പരിപാടി. അപ്പൊ ഇതെന്ന് പറയുന്നത് ഇത് തിരിച്ചും ബാക്കിയുള്ളവർക്കും ചെയ്യാൻ കഴിയും എന്ന് ഈ RSSകാരും BJPക്കാരും ചിന്തിച്ച് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നല്ലത്. അല്ലാതെ ആളുകളെ ഭീഷണിപ്പെടുത്തിയും ആളുകളെ പിന്നെ അപകീർത്തിപ്പെടുത്തിയും നിങ്ങൾക്ക് ഇവിടെ കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താമെന്ന് നിങ്ങൾ വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മൂഢന്മാരുടെ സ്വർഗത്തിലാണെന്ന് പറയാനാണ് ഞാൻ ഈ പിന്നെ സമയം വിനിയോഗിക്കുന്നത്. കാരണം എല്ലാവരും ശ്രദ്ധയോടുകൂടി ഇരിക്കണം. കാരണം സ്ട്രോങ് റൂമുകളിൽ, അതായത് ബാലറ്റ് പോളിംഗ് മെഷീനുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂം തന്നെ അവർക്ക് തുറന്നു കിട്ടണം, താക്കോൽ അതിൽ വെക്കണം എന്ന് പറഞ്ഞ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയപ്പോ. അപ്പോൾ എന്ത് ചെറ്റത്തരവും ഏത് തരത്തിലുള്ള തരം താഴ്ന്ന പ്രവൃത്തിയും ചെയ്യും ഈ RSS BJPക്കാർ. അതുകൊണ്ട് എല്ലാവരും കണ്ടും കേട്ടും സൂക്ഷിച്ചും പെരുമാറണമെന്നും എല്ലാ സ്ട്രോങ് റൂമുകളുടെയും പുറത്ത് ജനാധിപത്യ മതേതരത്വ വിശ്വാസികൾ കാവൽ നിൽക്കണമെന്നുമാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. ഈ BJP RSS സംഘത്തിന്റെ നിഷ്ഠൂരമായ ഈ നടപടികൾക്കെതിരെ ജനങ്ങൾ ഉണരണം. ഇവരെ പോലുള്ള ചെറ്റകളെ യാതൊരു കാരണവശാലും കേരളത്തിന്റെ നിയമസഭാ മന്ദിരത്തിലേക്ക് കടക്കാൻ അനുവദിക്കരുത്. എല്ലാവരും വളരെയധികം ശ്രദ്ധാപൂർവം അവരവരുടേതായ പിന്നെ വോട്ടുകളെല്ലാം വിനിയോഗിച്ചു കഴിഞ്ഞു. അതായത് സമ്മതിദാനം വിനിയോഗിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ വേറൊന്നും ചെയ്യാൻ. ആ വിനിയോഗിച്ച സമ്മതിദാന അവകാശം ശരിയായ രീതിയിൽ പിന്നെ കൗണ്ടിങ് ദിവസം വരെ നിങ്ങളെല്ലാം കാത്തു സൂക്ഷിക്കണമെന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. ജയ് ഹിന്ദ്, ജയ് ഭാരത്.